പശ്ചിമേഷ്യ കത്തിപ്പുകയുകയാണ്. അമേരിക്കയുടെ സഖ്യകക്ഷികളെ ലക്ഷ്യമിടുന്ന ഇറാന്റെ ആക്രമണങ്ങൾ ഗൾഫ് രാജ്യങ്ങളെ പ്രതിരോധ പ്രതിഷേധത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഗൾഫിലെ പ്രകൃതിവാതക പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഖത്തറിലെ സമുച്ചയത്തിന് നേരെയാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ വ്യാപകമായ നാശനഷ്ടം സംഭവിച്ചുവെന്ന് റിപ്പോർട്ട് പുറത്തുവരുന്നുണ്ട്. LNG പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിലാണ് ഇറാന്റെ മിസൈൽ ആക്രമണമുണ്ടായത്. മണിക്കൂറുകൾക്കുള്ളിൽ അബുദാബിയിലെ ചില ഗ്യാസ് പ്ലാന്റുകളിൽ മിസൈൽ അവശിഷ്ടങ്ങൾ വീണതിനെ തുടർന്ന് അവ അടച്ചുപൂട്ടി. മേഖലയിലെ സമാധാനം തകർക്കുന്ന നിലയിലുള്ള ആക്രമണം ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിനാണ് വഴിവെച്ചത്. സായുധ സംഘങ്ങൾക്ക് ആയുധവും ഫണ്ടും നൽകുന്നത് ഇറാൻ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് 12 ഗൾഫ് അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. റിഫൈനറികൾക്കും എണ്ണപ്പാടങ്ങൾക്കും നേരെ ആക്രമണം നടത്തിയാൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് സൗദി അറേബ്യ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിന് നേരെയുള്ള ഭീഷണി അവസാനിപ്പിക്കണമെന്നും അറബ് രാജ്യങ്ങൾ ഇറാനോട് ആവശ്യപ്പെടുന്നു. അതിനിടെ സംഘർഷം ലഘൂകരിക്കുന്നതിനായി പാകിസ്ഥാൻ, ഈജിപ്ത്, തുർക്കി എന്നീ രാജ്യങ്ങൾ ഇറാനുമായി നേരിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട്. ലോകം ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന സൂചനകളാണ് ഈ ആക്രമണങ്ങൾ നൽകുന്നത്. മേഖലയിൽ സമ്പൂർണ്ണ സാമ്പത്തിക യുദ്ധത്തിന് തയ്യാറാണെന്ന് ഇറാൻ പ്രഖ്യാപിക്കുന്നു. സാമ്പത്തികമായി ഗൾഫ് രാജ്യങ്ങളെ തകർത്താൽ ഇന്ധന പ്രതിസന്ധി രൂക്ഷമാകും. വരും മണിക്കൂറുകളിൽ കൂടുതൽ ഊർജ്ജ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില കുതിച്ചുയരുകയാണ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില 5% വർദ്ധിച്ച് ബാരലിന് $109 മുകളിലെത്തി. നേരത്തെ ഇറാന്റെ ദക്ഷിണ പാഴ്സ് വാതകപാടത്ത് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ഗൾഫ് രാജ്യങ്ങളിലെ ഊർജ്ജ കേന്ദ്രങ്ങൾ ഇറാൻ ലക്ഷ്യമിട്ടത്. ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ തുടരുമെന്നാണ് ഇസ്രയേൽ നൽകുന്ന മുന്നറിയിപ്പ്. അതിനിടെ സൗദിയിലെ റിയാദ് നഗരത്തിലെ ജനവാസ മേഖലയിൽ ബാലിസ്റ്റിക് മിസൈലിന്റെ അവശിഷ്ടങ്ങൾ പതിച്ച് 4 പ്രവാസികൾക്ക് പരിക്കേറ്റു. ഇറാന്റെ ദേശീയ സുരക്ഷാ മേധാവി അലി ലാരിജാനിയുടെ കൊലപാതകത്തിന് കനത്ത തിരിച്ചടി നൽകുമെന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി പറയുന്നത്. ഓരോ തുള്ളി രക്തത്തിനും അമേരിക്കയും ഇസ്രയേലും വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്. ലാരിജാനിയുടെ മരണത്തോടെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ പുതിയ മേധാവിയായി ആര് വരുമെന്ന ചർച്ചകളാണ് സജീവമാകുന്നത്. പകരക്കാരനായി IRGC മുൻ കമാൻഡർ മൊഹസിൻ റസായിയെയാണ് നിയമിക്കാൻ സാധ്യത. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സംയുക്ത ആക്രമണങ്ങളിൽ നിന്ന് തുടങ്ങിയ യുദ്ധം ഇപ്പോൾ സാമ്പത്തിക യുദ്ധത്തിലേക്ക് മാറിയിരിക്കുന്നു. എല്ലാ രാജ്യങ്ങളും വ്യാപാര തന്ത്രത്തിലൂടെ സാമ്പത്തിക അടിത്തറ സൃഷ്ടിക്കുമ്പോൾ ഇറാന്റെ ആക്രമണം ഇടുത്തി പോലെയാണ് ഗൾഫ് മേഖലയ്ക്ക് മേലെ വീഴുന്നത്. അലി ലാരിജാനിയുടെ മരണം ഇറാനിൽ വീണ്ടും പ്രകോപനത്തിന് കാരണമായിരിക്കുകയാണ്. തിരിച്ചടിക്കുമെന്നും ഓരോ തുള്ളി രക്തത്തിന് പകരം ചോദിക്കുമെന്നും ഭീഷണി ഉയർത്തുമ്പോൾ യുദ്ധം വീണ്ടും കലുഷിതമാകുന്നു. ലോകം ഇനി നേരിടാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമായിരിക്കുമെന്ന് പ്രവചിക്കാനാകുന്നതല്ല.